ബൽ ഹുവ ശർറുൻ ലഹും സയതഫഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ വലാ യഹ്സബന്ന അല്ലദീൻ ഒരു കൂട്ടം ആളുകൾ ധരിക്കുന്നുണ്ടോ അവർ ധരിക്കണ്ട യബ്ഖുലൂന ബിമാ അതാഹുമുല്ലാഹ് അല്ലാഹു അവർക്ക് നൽകിയതിൽ പിശുക്ക് കാണിക്കാൻ കൊടുക്കാൻ പറഞ്ഞാൽ അല്ലാഹു അങ്ങനെ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഞാൻ കൊടുക്കാൻ പറയുമ്പോൾ അതിന് പിശുക്ക് കാണിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ ലഭിച്ചു, 1,000 ലക്ഷം രൂപ ലഭിച്ചു, എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് കൊടുക്കണം, കുറച്ച് നിങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പിശുക്കടിക്കാൻ പാടില്ല. അത് ആരെ പൈസയാണ്? അള്ളാന്റെ പൈസയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിശ്ചിത കാലഘട്ടത്തിൽ നമ്മളോടത് പിടിക്കാൻ പറഞ്ഞു അല്ലാഹു, നമ്മൾ വെച്ച ഉടനെ വേറെ ആൾക്കായി മാറി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വേറെ കൊടുക്കുന്നതോട് കൂടി വേറെ ആൾക്കായി മാറിയ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ ഇവിടെ ഏൽപ്പിക്കുക മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ കൊടുക്കൂ, ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. നമ്മുടെ പവറാന്ന് വിചാരിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ഉദ്ദേശിച്ചത് കൊടുക്കും, അല്ലാഹു ഉദ്ദേശിച്ചത് കൊടുക്കുന്നവർ പറഞ്ഞത് അങ്ങനെയാണ്. വലാ യഹ്സബന്ന അല്ലദീന, അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കരുത്, യബ്ഖുലൂന ബിമാ ആതാഹുമുല്ലാഹ് അല്ലാഹു അവർക്ക് നൽകിയതിൽ പിശുക്ക് കാണിക്കുന്നത് അവർ വിശ്വസിക്കരുത്. ഹുവ ഖൈറൻ ലഹു, ഖൈറാണ്, ഞാൻ പിശുക്കനായത് എന്റെ സ്വത്ത് ഞാൻ പിടിച്ചു വെക്കും. എന്നാൽ വൽ ഹുവ ശർറൻ ലഹു, അതവർക്ക് ശർറാവും. എന്നിട്ട് എങ്ങനെയാണ് ശർറാവുന്നത്? സയതഫഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ച ഓരോ സമ്പത്തിനെയും ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് മാലയായിട്ട് അല്ലാഹു കഴുത്തണിയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം സൂറത്ത് ആൽ ഇംറാനിലൂടെ. ഏതൊക്കെ സ്വത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ പിശുക്ക് കാണിച്ചത്? അതിനെ ചുട്ടുപഴുത്ത സ്വർണ്ണവും വെള്ളിയൊക്കെ ആണെങ്കിൽ അതിനെ ചുട്ടുപടിപ്പിച്ച് നമ്മുടെ കഴുത്തിൽ തൂക്കുമെന്ന് ഭൂമിയുടെ കാര്യത്തിലാണ് പിശുക്കാറ്റില്ല. ഭൂമിയെ നിങ്ങളുടെ കഴുത്തിൽ അണിയിപ്പിക്കും. കുനിഞ്ഞ് കുനിഞ്ഞ് മൂക്ക് കൊത്തി ഇങ്ങനെ സഞ്ചരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കണം. സ്വർണ്ണത്തെയും വെള്ളിയെയും സൂക്ഷിച്ചു വെക്കുന്നവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചോദിച്ചാൽ, സകാത്ത് ചോദിച്ചാൽ, പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ, മദ്രസക്ക് വേണ്ടി ചോദിച്ചാൽ, ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ ഫബശ്ശിറുഹും, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അതൊരു കളിയാക്കല്ല, അവരെ ദുഃഖവാർത്ത അറിയിക്കുക. ഫബശ്ശിറുഹും, സൂക്ഷിച്ചു വെക്കുന്നവരെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്ന നബിയെ എന്താണെന്ന് ഇതൊന്നും അല്ല കേട്ടോ. ഇതേക്കുറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ശക്തമായ ശിക്ഷയുടെ സന്തോഷം അവരറിയിക്കുക. ശക്തമായ ശിക്ഷയുടെ സന്തോഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസമാണ്. അതിനെ ചുട്ടുപൊഴിപ്പിച്ചിട്ട് ആ സ്വർണ്ണത്തെയും വെള്ളിയെയും വലിയ ഒരു അയൺ ബോക്സ് പോലെയാക്കിയിട്ട് അതിനെ ചുട്ടുപൊള്ളിപ്പിച്ചിട്ട് ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് പൊള്ളിക്കപ്പെടുന്ന ദിവസമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. ഒന്നല്ല, ഇവിടുത്തെ ചൂടല്ല, ഇവിടുത്തെ ചൂടാണ്. ഇവിടുത്തെ ചൂടിന്റെ 70 ഇരട്ടി ചൂടാണ്. ഇങ്ങനെ ശരീരത്തിന്റെ തൊലി ഇങ്ങനെ പൊള്ളിപ്പിക്കുമെന്ന് ആരാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏത് സൂറത്തിലാണ് പറഞ്ഞത്? തൗബ സൂറത്തിലാണ് പറഞ്ഞത്. തൗബ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തൗബ സൂറത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, റഹ്മാനും റഹീമുമായ നാഥന്റെ വചനമല്ല തൗബ. അതല്ല അർത്ഥം. ഇസ്മാടെ കൊടുക്കാത്തതിന് മഹാന്മാർ കാരണം പറയുന്നത് ശക്തമായ ശിക്ഷകളെ കുറിച്ച് പറയുന്നതൊക്കെ തൗബയിലാണ്. അള്ളാന്റെ കാരുണ്യം മാറ്റിവെക്കുന്ന ചില കാര്യങ്ങളാണ്. കാരുണ്യവാനായ അള്ളയാണെങ്കിലും കാരുണ്യം മാറ്റിവെക്കുന്ന ചില സമയങ്ങളുണ്ട്. അതുപോലെ യുദ്ധത്തിന്റെ ആദ്യമായ യുദ്ധമുഖത്ത് കാണുന്നവരൊക്കെ കൊല്ലുവെന്നുള്ള ആയത്തിറങ്ങിയത് യുദ്ധമുഖത്ത് നിങ്ങൾ ശത്രുക്കളെ കൊല്ലുവെന്നായ സൂറത്ത് തൗബയിലാണ്. ഇങ്ങനെ കൊല്ലലും കൊന്നവനെ കൊല്ലലും കട്ടവന്റെ കൈവെട്ടലും ഇവിടുന്ന് കാരുണ്യം കാണിക്കലും നടത്തും. അതുപോലെ സക്കാത്ത് കൊടുക്കുന്നവന്റെ കാര്യത്തിലും അള്ളാഹുവിന്റെ ഒരു കാരുണ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായ സമയത്ത് വലിയൊരു പ്രശ്നമുണ്ടായി. ഖുദൂ മിൻ അംവാലിഹിം സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ കൽപ്പനയുണ്ടായി. ഖുദ് മിൻ അംവാലിഹിം സദഖ, റസൂലേ നിങ്ങൾ അവരുടെ സ്വത്തുക്കളിൽ നിന്ന് സദഖ പിടിച്ചെടുക്കുക. അഥവാ നിങ്ങൾ ഖുദ് മിൻ അംവാലിഹിം സദഖ, സക്കാത്ത് പിടിച്ചെടുക്കണം അല്ലെങ്കിൽ സദഖ പിടിച്ചെടുക്കണമെന്ന് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അത് റസൂലുള്ളാഹിയുടെ ഓർഡറാണ്. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഞാൻ ചെയ്യാൻ പാടില്ല. ഖലീഫമാരൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല, കുറച്ച് വിഷ്കന്മാർ. അതുപോലെ ഖുർആനിൽ വന്ന് ഖുദ് എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ പിടിക്കുക എന്നാണ് അർത്ഥം, നിങ്ങൾ പിടിച്ചു വാങ്ങുക എന്നാണ് അർത്ഥം.
ഇനി ആർക്കും അവകാശമില്ല, ഖലീഫമാർക്കൊന്നും നിങ്ങൾ പിടിച്ചു വാങ്ങാൻ അവകാശമില്ല. ചില കഞ്ചൂസുകളൊക്കെ ആ നാട്ടിൽ പറഞ്ഞു നടന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ നടപടി അതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി വല്ലാഹി ഒട്ടകത്തിന്റെ കയറാണ് ഹബീബ് റസൂലുള്ളാഹിക്ക് നിങ്ങൾ കൊടുത്തിരുന്നതെങ്കിൽ അതുപോലും വാങ്ങാതെ അബൂബക്കർ സിദ്ദീഖിന് വേറെ പണിയില്ല അബൂബക്കറിന് എന്ന് പറഞ്ഞു. യുദ്ധം ആദ്യത്തെ യുദ്ധം നടന്നത് സക്കാത്ത് നിഷേധികൾക്കെതിരെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ യുദ്ധം ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് സിറിയയിലേക്ക് അയക്കാൻ സൈന്യത്തെ നിർത്തിവെച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളും നമസ്കരിക്കാത്തവനെ പോലെയാണ് സക്കാത്ത് കൊടുക്കാത്തവൻ. രണ്ടും അല്ലാഹ് പറഞ്ഞത്, രണ്ടും അല്ലാഹയാണ് പറഞ്ഞത്. അല്ലെ, നിസ്കാരത്തെ പറഞ്ഞതൊക്കെ സക്കാത്ത് പറഞ്ഞു, നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കില്ല. അതെന്താണ്? രണ്ടും ഒരല്ലേ പറഞ്ഞത്. ഒരല്ലാഹുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് കൊടുത്തിരിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ അതിന്റെ കണക്കുകൾ ഒക്കെ എല്ലാവർക്കും അറിയുന്നത് പോലെ സ്വർണവും വെള്ളിയും 85 ഗ്രാം അഥവാ 1.5 പവന്റെ സ്ഥാനത്താണ് നമ്മൾ ഏകദേശം നമുക്ക് വരിക. അത് നമ്മുടെ അഭിപ്രായം അനുസരിച്ച് ആഭരണമാണെങ്കിൽ, ഇടാനുള്ള ആഭരണമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ധരിക്കാനുള്ള ആഭരണമാണെങ്കിൽ അത് കുറച്ചൊക്കെ മേലോട്ട് പോയാലും കുഴപ്പമില്ല. ഒരു 100 വരെ സാധാരണ ഒരു ആഡംബരം എന്ന് പറയാത്ത രീതിയിലുള്ള ധരിക്കാനുള്ള ആഭരണം. പക്ഷേ ധരിക്കാനുള്ള ആഭരണമല്ല, റേറ്റ് കൂടുമ്പോ വിൽക്കാനാണ് വാങ്ങി വെച്ചതെങ്കിൽ അതിൽ പെടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റേറ്റ് കൂടുമ്പോ വിൽക്കാനാണ്, വില കുറയുമ്പോ വാങ്ങിയേക്കാം, വില കൂടുമ്പോ വിൽക്കുക. ഇത് ആഭരണമായി പെടില്ല. ആ സ്റ്റോറിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോക്ക് റൂമിലും പിന്നെ എന്താ പറയുക ലോക്കറിലൊക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥത റേറ്റ് കൂടട്ടെ വിൽക്കാം എന്നൊരു ഡെപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അസെറ്റ് ആയിട്ട് വെച്ചതാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതേസമയം ആഭരണമായി വാങ്ങി വെച്ചതാണെങ്കിൽ ധരിക്കുന്നത് അടുത്തെടുത്ത് നോക്കും, അങ്ങനെയാണ് അടുത്തിട്ട് ധരിക്കും, മംഗലത്തിന് പോകുമ്പോൾ അങ്ങനെയുള്ള ആഭരണങ്ങൾക്കൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നതാണ് സൂക്ഷ്മത പുലർത്തുന്നവർ ആ വിഷയത്തിലേക്ക് ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി പിന്നെ വെള്ളിയുടെ 595 ഗ്രാമാണ് ഉപയോഗിക്കലൊക്കെ കുറവാണ്, 595 ഗ്രാം. പക്ഷെ ഇത് നാണയത്തിന്റെ സക്കാത്ത് വെള്ളി സ്വർണ്ണ നാണയങ്ങളാണ് പണ്ടുണ്ടായിരുന്നത്. പിന്നീടാണ് കറൻസി എന്നുള്ള രീതി വന്നത്. കറൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 500 രൂപ എന്ന് പറഞ്ഞാൽ എന്റെ കൃത്യം അതൊരു റെസിപ്റ്റ് ആണ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ പേര് ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ അക്കൗണ്ടിൽ എന്തുണ്ട്? 500 രൂപയുടെ കോയിൻ ഉണ്ട് എന്നതിന്റെ അർത്ഥം. വെള്ളിയോ സ്വർണ്ണമോ അവർ നിക്ഷേപിക്കുന്ന നോട്ടടിക്ക് അല്ലെ, നോട്ടടിക്കുന്നതാണ് എന്താ? നമ്മൾ വിചാരിക്കുന്നത് കുറെ നോട്ട് കാണിച്ചിട്ട് ഗവൺമെന്റിന് എല്ലാവർക്കും വിതരണം ചെയ്ത പോലെ ആവുകളൊക്കെ ഉഷാറാക്കാതെ സുഖാലെ എല്ലാവർക്കും ഈ റേഷൻ കടയിൽ 10 കിലോ അരിയും അല്ലെ 5 കിലോ അരിയും ഒരു പഞ്ചായത്തിന്റെ 8 നോട്ട് കൂടെ കൊടുത്താൽ മതിയല്ലോ അല്ലെ? നല്ല സുഖല്ലേ? എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യാ, നിർമ്മാർജ്ജനം ചെയ്യാം, സുഖമാണ്. രാജ്യം ഭയങ്കര സംഭവം, വൈനക്കളൊക്കെ നമ്മളെന്ത് ചെയ്യും, ഭയങ്കര ഉഷാറാവും. അങ്ങനെയൊന്നും അല്ലല്ലോ. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം, ഒരു 10,000 ലക്ഷം രൂപ നമ്മുടെ ഗവൺമെന്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് കോയിനായിട്ട് ഇവിടെ ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിക്കണം. അല്ലാതെ അർത്ഥമല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരും, അസമത്വങ്ങൾ വരും, അസന്തുലിതാവസ്ഥ വരും, സാമ്പത്തിക മാന്ദ്യം വരും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അവിടെയും വേണം 10 ലക്ഷമാണ് ഗവൺമെന്റ് അടിച്ചിറക്കുന്നെങ്കിൽ ആ 10 ലക്ഷത്തിന്റെ സ്വർണത്തിന്റെ ഡെപ്പോസിറ്റ് വെക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഡെപ്പോസിറ്റ് ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഖജനാവിൽ സൂക്ഷിക്കണം, എന്നാലേ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ അടുത്ത് 500 രൂപ നോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം 500 രൂപന്റെ കോയിൻ എവിടെയുണ്ട്? നമ്മളുടേത് എവിടെയുണ്ട്? ഇന്ത്യക്ക് പറഞ്ഞ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോംബെയിലെ ആസ്ഥാനത്തുണ്ട് എന്നതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ റെസീറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള അസറ്റ് അവിടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് കറൻസികൾ നിങ്ങൾ പഴയ സ്വർണ്ണം വെള്ളി നാണയങ്ങൾക്ക് പകരമായി പുതിയതായി വന്നതാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കണമെന്നതാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അങ്ങനെയാണ്. അതുകൊണ്ട് അത് കൊടുത്തേ പറ്റും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് വെള്ളിയുടെ വില കൂടിയതുകൊണ്ട് കുറച്ചുകൂടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം ഒക്കെ 50,000 ഇപ്രാവശ്യം 113. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 113 ഗ്രാം രൂപയാണ് 1 ഗ്രാം പിന്നെ വെള്ളിക്കുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 595 ഗ്രാം വെള്ളിക്ക് ഏകദേശം 67,000 രൂപയാണ് വരിക. അപ്പൊ 67,000 രൂപ ഒരാളുടെ അക്കൗണ്ടിൽ, ഒരാളുടെ പണമായിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ കുറിയില്, അല്ലെങ്കിൽ ഒരാളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട്, ഇങ്ങനെ എന്തുമാവും നമ്മളുടേത് എന്ന് നമുക്ക് കിട്ടാനുള്ളതാവാം, കടം കൊടുത്ത് നമുക്ക് കിട്ടാനുള്ളത്. ഇത് ഒരാൾക്ക് 1 വർഷം അയാളുടെ അക്കൗണ്ടിൽ അയാളുടേതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്കാരൻ കടം കൊടുത്തതായിട്ടുണ്ടെങ്കിൽ, കുറിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷത്തിന് 2,500 രൂപ. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2,500 രൂപ. സ്വർണത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. 10 പവൻ ഉണ്ടെങ്കിൽ അതിന് 2% ഒരു പിന്നെ
50 പവനാണെങ്കിൽ 50 പവനാണെങ്കിൽ 2% ഇങ്ങനെ ആണ് കൊടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് കൊടുക്കണം. എന്നാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല. ആള് മുങ്ങിയിട്ട് കട സക്കാത്താണെങ്കിലോ പൈസയാണെങ്കിലോ കിട്ടിയതിന് ശേഷം എത്ര കൊല്ലമാണ്, 1 കൊല്ലത്തിനാണെങ്കിൽ അതിന്റെ പൈസ കൊടുക്കുക, 2 കൊല്ലത്തിനാണെങ്കിൽ അതിന്റെ പൈസ കൊടുക്കുക. അതിന് മുമ്പ് കൊടുക്കേണ്ടതില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട സംഗതികൾ, അത് നഷ്ടപ്പെട്ട സ്വത്തുക്കളൊക്കെ അങ്ങനെയാണ്. നഷ്ടപ്പെട്ട ഏത് സ്വത്താണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ കുറി അങ്ങനെ തന്നെയാണ്. കുറി ഉണ്ടായത് കൊണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല. 1 വർഷം നമുക്കറിയാം, ഒരു 10,000 മാസത്തിൽ നടക്കുന്ന കുറിയാണെങ്കിൽ 6 മാസം 60,000 രൂപയാവും അല്ലെ, അല്ലെങ്കിൽ 7 മാസം ആകുമ്പോൾ 70,000 രൂപയാവും. ഈ 70,000 രൂപ അവിടെ 1 വർഷം നമ്മളുടേതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ സക്കാത്ത് കൊടുക്കണം. അടുത്തൊരു വർഷം ആകുമ്പോൾ അത് കറങ്ങി വന്നുണ്ടാവും. അത് 70,000 രൂപയാകും. അതിന്റെ സക്കാത്ത് നമ്മൾ 2% വെച്ച് കൊടുക്കേണ്ടതുണ്ട്. കൂടുന്നതനുസരിച്ച് സക്കാത്ത് കൂടുന്നുണ്ടാവും, അതൊരു വിഷയം. അതുപോലെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്, ഷോപ്പൊക്കെ തുറക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ആദ്യം കെട്ടിവെക്കും, അത് പിന്നീട് തിരിച്ചു കിട്ടും. അങ്ങനെയാണല്ലോ. ആ പൈസ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അവന്റെ പൈസയാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ വലിയ വലിയ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ സ്ഥാപനത്തിൽ കെട്ടിവെക്കാറുണ്ട്. അതുപോലെ അധ്യാപകരായിട്ട് ഏത് സ്കൂളുകളിലൊക്കെ കയറുന്ന ആളുകൾ ലക്ഷങ്ങൾ കെട്ടിവെക്കും, 10-20 ലക്ഷമൊക്കെ. സക്കാത്ത് തിരിച്ചു വരുമ്പോൾ കിട്ടാനുള്ള സാധനങ്ങളല്ലേ, അവരുടെ പൈസയാണത്. അതിനൊക്കെ സക്കാത്ത് കൊടുക്കണം. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഓരോ പൈസയും നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഹറാമാണ്. അതിന്റെ തലമുറകൾ പിഴച്ചു പോകുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. സക്കാത്ത് അള്ളാഹുവിന്റെ അവകാശം, അള്ളാഹുവിന്റെ അവകാശം പാവങ്ങളുടെ അവകാശമാണ്. നമ്മുടെ അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ മക്കൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളിലേക്ക് അതിന്റെ ശാപം ഉണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ വളരെ കൃത്യമായി ഇതിനെ കുറിച്ച് ഒരുപാട് അതിലേക്ക് അതിലേക്ക് കടക്കാൻ പോകുന്നില്ല. അതുപോലെ ഭൂമിക്കും കെട്ടിടങ്ങൾക്കൊന്നും സക്കാത്തില്ലെങ്കിലും റിയൽ എസ്റ്റേറ്റിന്റെ ആളുകൾ കച്ചവട വസ്തുക്കളാണ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വാഹനമാണെങ്കിലും വാഹനത്തിന് സക്കാത്തില്ല. അതേസമയം വിൽക്കാൻ വേണ്ടി വാഹനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്, വിൽപ്പന സ്വത്താണ്, അതിന് സക്കാത്തുണ്ട്. വിൽക്കാൻ വേണ്ടി ഭൂമി വാങ്ങി വെച്ചവർ, അത് വിൽപ്പന സ്വത്താണ്, അതിന് സക്കാത്തുണ്ട്. വിൽക്കാൻ വേണ്ടി കെട്ടിടം വാങ്ങി വെച്ചവർ, വിൽപ്പന സ്വത്താണ്, സക്കാത്തുണ്ട്. അപ്പൊ അതിന്റെ എത്രയാണെന്ന് കണക്കാക്കിയിട്ട് 2% അവർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു കൊല്ലം ഉണ്ടെങ്കിലാണ് പറയുന്നത്. അതുപോലെ വാടക കൊടുക്കുന്ന ബിൽഡിങ്ങുകൾക്ക് വാടകയുടെ ബിൽഡിംഗ് അല്ല, വാടക എത്രയാണെന്ന് കണക്കാക്കി 1 കൊല്ലത്തിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അതുപോലെ സ്വന്തം നാട്ടിലെ അവകാശങ്ങൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്വന്തം അയൽവാസി, സ്വന്തം കുടുംബം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും അടുത്ത കുടുംബങ്ങളെയാണ് ഏറ്റവും സക്കാത്ത് കൊടുക്കാൻ പരിഗണിക്കേണ്ടത്. അതുപോലെ ചോദിച്ചു വരാത്ത ആളുകൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മനോഹരമായ എത്രത്തോളം ഇസ്ലാം എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അള്ളാഹുവിന്റെ വചനങ്ങളുടെ ഒരു മനോഹരമായ രീതിയാണ്. ഭൂമിയിൽ അധ്വാനിക്കാൻ പോവാൻ കഴിയാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചിടപ്പെട്ട ആളുകൾ, പല വ്യാഖ്യാനങ്ങൾ മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. പഴയകാലത്ത് മുജാഹിദീങ്ങളായ പോരാളികളായ ആളുകൾ, ഇക്കാലത്ത് ആളുകൾ ആലിമീങ്ങളായ ആളുകൾ അഥവാ പള്ളിയിലുമായി വന്ന് അതുകൊണ്ട് ചില ആളുകൾക്ക് അങ്ങനെ മുൻഗണന കൊടുക്കുന്നത് ഉസ്താദുമാര് അല്ലെ. നമ്മുടെ മദ്രസയിലൊക്കെ പാവപ്പെട്ട ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവർക്ക് മദ്രസയിൽ കഴിഞ്ഞപ്പോൾ പോകാൻ കഴിയില്ല. അപ്പോ പോയാൽ തന്നെ ആ രീതിയിൽ അവരതുമായി അള്ളാന്റെ മാർഗത്തിൽ ബന്ധിതരായി കിടക്കുന്ന ആളുകളാണ്. അവർക്ക് പള്ളിയിൽ പങ്കുവെച്ചമാരോ അപ്പോ അങ്ങനെ വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ. പക്ഷെ അവര് തന്നെ ആരാണ്? അവര് പാവമാണെന്ന് അറിയാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകൾ. കൃത്യമായി അങ്ങനെ അവരെ കണ്ടാൽ വാച്ചക കണ്ടാലും ഭയങ്കര നാട വാച്ചക്കുണ്ടാവും. വാടക കൊടുത്തതായിരിക്കും, നല്ല ചെരുപ്പ് കെട്ടുണ്ടാവും, നല്ല ഡ്രസ്സൊക്കെ ഇട്ടുണ്ടാവും. അവർ ഒരു പാവമാണെന്ന് അവരെ അറിയിക്കുകയില്ല. പക്ഷേ അവരുടെ അടയാളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നാണം കാരണം അല്ലെങ്കിൽ തങ്ങളുടെ ദാരിദ്ര്യമാരെങ്കിലും അറിയുമെന്ന് പേടിച്ച് ജനങ്ങളോട് ചോദിക്കാൻ മടിക്കുന്ന ആളുകൾ, ജനങ്ങളോട് തങ്ങളുടെ പ്രയാസം പറയാത്ത ആളുകൾ, ജനങ്ങളോട് തങ്ങളുടെ ഒരു പരിഭവം പോലും പറയാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ. ആരാവട്ടെ, അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി നിങ്ങൾ കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ കണ്ടുകൊടുക്കുന്ന കുടുംബത്തിലുണ്ടാവും. അല്ല, വലിയ അന്തസ്സിൽ അഭിമാനത്തോട് ജീവിക്കുന്ന ആളുകളുണ്ട്, അഭിമാനികളായി ജീവിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങളുടെ പ്രയാസങ്ങളൊന്നും ആരോടും പറയാതെ അവരൊക്കെ കണ്ടെത്തി കൊടുത്താൽ 2 കൂലിയാണ്. ഒന്ന് കുടുംബബന്ധം പുലർത്തിയ കൂലി, മറ്റൊന്ന് സക്കാത്ത് കൊടുത്തുപോയി 2 കൂലി കിട്ടും. പ്രദാനം ചെയ്യട്ടെ. സ്വതക്കുകളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആ രീതിയിലാണ്. പിന്നെ അതിന് കൂലി കിട്ടിയ കുടുംബക്കാര്, അത് കഴിഞ്ഞ അയൽവാസികള്, അത് കഴിഞ്ഞ ദൂരെയുള്ള ആളുകൾ,
സ്വന്തം നാട്ടിലില്ലെങ്കിലേ പുറത്തെ നാട്ടിലേക്ക് അതിനെ നീക്കി കൊടുക്കേണ്ടതുള്ളൂ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ സക്കാത്തിന്റെ കാര്യത്തിൽ ഇനി സംശയം ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. അതുപോലെ ഫിത്ർ സക്കാത്താണ് അടുത്തത്. ഫിത്ർ സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അഥവാ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഫിത്ർ സക്കാത്ത് ആരെങ്കിലും കൊടുത്തോണ്ട് കൂടുമെന്ന്, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ 20-25 വയസ്സായ ആളുകൾക്ക് ഉപ്പ് കൊടുത്തോണ്ട് കൂടുന്നു ഒരിക്കലും വിചാരിക്കരുത്. ജോലിക്ക് പോകാനും അധ്വാനിക്കാനും കഴിവുള്ള ആളുകൾ ഉപ്പും കൊടുത്തത് കൊണ്ട് കൂടുകയില്ല. കാരണം ഫിത്ർ സക്കാത്ത് ഓരോരുത്തരുടെ മേലും പ്രാതിനിധ്യമുള്ള സംഗതിയാണ്. ഫിത്ർ സക്കാത്ത് സക്കാത്ത് പോലെയല്ല. സക്കാത്തിൽ പാതെങ്കിലും കൊടുത്താൽ മതി, ഉപ്പ് കൊടുത്താൽ സക്കാത്ത് കൊടുക്കും. അതേസമയം ഫിത്ർ സക്കാത്ത് ഓരോ ശരീരത്തിന്റെ പേരിലും നിർബന്ധമുള്ള കാര്യമാണ്. കുട്ടികളൊഴികെ പ്രായപൂർത്തി പക്വതയും ബുദ്ധിയൊക്കെ അധ്വാനിക്കാനുള്ള ശേഷിയുള്ള ആളുകളാണെങ്കിൽ ഉപ്പ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ എന്റെ കൂടി കൊടുത്തോ, ഒന്നെങ്കിൽ പൈസ കൊടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പാനെ കൊടുത്തു കൊടുത്ത പ്രശ്നമൊന്നും. പക്ഷേ ഉപ്പാനെ ഏൽപ്പിക്കണം. വിദേശത്തുള്ളവർ വിളിച്ചു പറയണം, ഭാര്യക്ക് വിളിച്ചു പറയേണ്ടത് എന്റെ ഫിത്ർ ഭാര്യക്കല്ല അവകാശം. ഭാര്യ കൊടുത്തു കൊടുത്താൽ ഒരിക്കലും വിടൂല. ഭാര്യക്കല്ല ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന അവകാശം, ഒരു അവകാശം ഭാര്യക്കല്ല. സ്വത്ത് ഇസ്ലാമിന്റെ നീതിയെ കുറിച്ച് പറഞ്ഞു ഭാര്യക്ക് ഒരാളുടെ സക്കാത്ത് കൊടുക്കേണ്ട, ഒരു ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം, ഫിത്ർ സക്കാത്തിന് ഭാര്യക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആരുടെ മേലാണ്, ഭർത്താവിന്റെ മേലാണ്. അവിടുന്ന് വിളിച്ചു പറയണം, എന്റെ മക്കളുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയുകയും ഭാര്യ ഏറ്റെടുക്കുകയും ചെയ്യണം. അങ്ങനെ അവന്റെ വക്കീലായിട്ടാണ് ഭാര്യയോട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇച്ഛ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉപ്പ കൊടുക്കേണ്ടത്. ഉപ്പ പ്രായമായ ഉപ്പ, ജോലിക്ക് പോകാൻ കഴിയാത്ത ഉപ്പ കൊടുത്താൽ കൂടില്ല. ഉപ്പാനോട് വിളിച്ചു പറയണം, ഉപ്പ ഞാനും നമ്മുടെ കുടുംബത്തിന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് വിളിച്ചു പറയണം. ഇതൊക്കെ വീട്ടിൽ ഉള്ളവര് അവിടെ അറിയിക്കേണ്ട വിഷയങ്ങളാണ്. അല്ല സ്വയം ഏറ്റെടുക്കുകയല്ലേ വേണ്ടത്, മറ്റുള്ളവർ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം ഏറ്റെടുത്തൊരാൾ ചെയ്താൽ അയാൾക്ക് തന്നെ കൂലി കിട്ടുമെന്നല്ലാതെ ഏൽപ്പിക്കാത്തതിന്റെ കുറ്റം മറ്റേയാൾക്ക് കിട്ടും. കുടുംബത്തിന്റെ ചുമതലയുള്ള ഭാരമുള്ള ആളുകൾ രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ റമളാന്റെ നോമ്പിനെ ശുദ്ധീകരിക്കാനുള്ള സംഗതിയാണ്. ബഹുമാനപ്പെട്ട വഖീഉ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അറിയാം വഖീഉ എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവാണ്. ഇമാം ഷാഫിഈ ഖുറയിലേക്ക് ദർഗയിലേക്ക് പോകുന്നിടത്ത് പോകുന്നതിന് മുമ്പായിട്ട് മഹാനവരുടെ ദർഗ കാണാൻ കഴിയും. അതിന്റെ സുന്ദരിൽ തന്നെ അവിടെ കയറുന്നതിന് അവിടെ കാണുക. മഹാനായ നമ്മളൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي. ഇമാം ഷാഫിഈ തങ്ങളുടെ മനോഹരമായ വരികൾ ഇമാം വഖീഉ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മഖബറയാണ് എഴുതി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഇവിടെ ഇൽമു പഠിക്കുന്ന നമ്മുടെ പഴയ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇൽമു പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഉസ്താദ് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇമാം ഷാഫിഈ തന്റെ ബൈത്ത് എന്ത്, എന്റെ ഉസ്താദായ വഖീഇനോട് ഞാൻ ഹിഫ്ള് കുറവാണ് എന്ന് പറഞ്ഞു. 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കി. 10-ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുവത്ത എന്ന ഹദീസ് കിതാബ് മനപ്പാടാക്കി കഴിഞ്ഞ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു ഹിഫ്ള് പറ്റിയ കുറവാണ്, എനിക്കും വേണ്ടി ദ്വാരിക്കണം. അപ്പൊ പറഞ്ഞു അർശദനി ഇലാ തർക്കിൽ മആസി, കുറച്ച് തെറ്റും കുറ്റമൊക്കെ കച്ചറ കുറച്ച് ഒഴിവാക്കണം. ഉസ്താദ് പറഞ്ഞു പോലുണ്ട്. ഞാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ കച്ചറകളൊക്കെ നീങ്ങണം, കുറച്ച് ഒഴിവാക്കണം, കുറച്ച് നന്നായിട്ട് ജീവിക്കണം. കാരണം ഇൽമു എന്നുള്ളതൊരു പ്രകാശമാണ്. സ്കൂളിലെ പ്ലസ് ടു പഠിച്ച് പാസ്സാകുന്നത് പോലെയല്ല. ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. അല്ലാഹുവിന്റെ പ്രകാശം അത് കുറ്റവാളികൾക്ക് കിട്ടൂല മോനെ. അതുകൊണ്ട് നന്നായി ജീവിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസും ഫഖീഹും ഒരു കാലഘട്ടത്തില് 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനുമായിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു ഉസ്താദ് വഖീഉ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുത്ത ബൈത്ത് ഇമാം വഖീഉ റളിയല്ലാഹു അൻഹു മഖബറയുടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ദർജയേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിനെ ഇൽമു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മുഹദ്ദിസ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട വഖീഉ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മഹാനവർ പറയാണ് സക്കാത്തുൽ ഫിത്രി ഫി റമളാൻ കസജദതൈ അസ്സഹ്ബി ലിസ്സലാത്തി. നിസ്കാരത്തിന് നമ്മൾ വല്ലതും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ സഹബിന്റെ സുജൂദ് ചെയ്യാറില്ലേ? ഇതുപോലെ റമളാനിലെ നോമ്പിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒന്നാണ് ഫിത്ർ സക്കാത്ത്. മഹാനായ വഖീഉ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പറയാണ് തുജ്ബിറു നുഖ്സാന സൗം, അത് നോമ്പിന്റെ പ്രയാസത്തിന് എന്തെങ്കിലും ന്യൂനതകളൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നു മഹാനവർ പറയുന്നു. അതുപോലെ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാകാൻ ഇന്ന് നമ്മൾ സാധ്യത ഉണ്ടാകില്ല. കാരണം ഫിത്ർ സക്കാത്ത്
അവന്റെ പെരുന്നാളിന്റെ ചെലവ് അവന്റെയും കുടുംബത്തിന്റെയും ചെലവ് കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ബാക്കിയുള്ളവരൊക്കെ കൊടുക്കണം. എന്തെങ്കിലും ബാക്കി എന്ന് പറഞ്ഞാൽ പുരയായാൽ മതി, വണ്ടി ആയാൽ മതി, വാച്ച് ആയാൽ മതി, എന്ത് ചെരുപ്പാണ് ഈ അന്നത്തെ അവരുടെ കുടുംബത്തിന്റെയും ചെലവ് കഴിച്ച് ബാക്കി എന്ത് കൊടുക്കാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, അത് അവര് സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോ ഇന്ന് ഏകദേശം ആളുകളൊക്കെ എന്ത് ചെയ്യണം, ചില ആളുകളൊക്കെ ഉണ്ടാകാം നമുക്കൊന്നും ഞങ്ങൾക്ക് പിന്നെ കീശ പൈസ ഇല്ല, ഒരെണ്ടാവും പറമ്പുണ്ടാവും 1 ലക്ഷം കണ്ടേ കോടികളുടെ പറമ്പാടുണ്ടാവും, കീശ പൈസ ഇല്ല, സക്കാത്ത് കൊടുക്കാം, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഭൂമിയിൽ ഒരു ഭാഗം മുറിച്ചിട്ട് എന്ത് ചെയ്യണം, വിറ്റിട്ട് അല്ലെങ്കിൽ മരം മുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം, അല്ലെ വണ്ടിയിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതൊക്കെ ഉണ്ട്. പക്ഷെ പൈസ കീശ പൈസ ഇല്ലാതെ പറഞ്ഞിട്ടല്ലേ, ബൈക്കാണെങ്കിലും സൈക്കിളാണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ അവന്റെ സ്വത്ത് തന്നെയാണ്. ഇങ്ങനത്തെ സ്വത്തുക്കൾ ബാക്കിയുള്ളവർ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ ഫിത്ർ സക്കാത്ത് നമുക്കറിയാലോ, ഏറ്റവും സുന്നത്ത് ഏറ്റവും നിസ്കാരത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കലാണ്. അപ്പോൾ പരമാവധി സംഗതി റമദാൻ 1 മുതൽ എന്ത് ചെയ്യാം, ഫിത്ർ സക്കാത്ത് കൊടുക്കാമെങ്കിലും ഏറ്റവും ഉത്തമം അത് ഏറ്റവും പിന്നെ വൈകി കൊടുക്കലാണ്. അഥവാ നിസ്കാരം വരെ തന്നെ വൈകിപ്പിക്കലാണ് ഏറ്റവും സുന്ദരം. അഥവാ രാവിലെ കൊടുക്കുക, അല്ലെങ്കിൽ കുറെ മുമ്പ് കൊടുക്കാൻ ഏറ്റവും പിന്തിക്കുക. 1 മുതൽ തന്നെ കൊടുത്താൽ കൂടുന്നതാണ്, ഏറ്റവും പിന്തിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. നിസ്കാര ശേഷം പിന്തിപ്പിക്കൽ, അനാവശ്യമായി പിന്തിപ്പിക്കൽ കറാഹത്താണ്. അതേസമയം അർഹരായ ചില ആളുകളുണ്ട്, അടുത്ത കുടുംബക്കാരുണ്ട്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പിന്തിപ്പിക്കാവുന്നതാണ്. സൂര്യാസ്തമയത്തെ തൊട്ട് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ ഹറാമാണ്. അത് അതേസമയം അർഹരായ ആരെയും കിട്ടിയില്ല നാട്ടിൽ എങ്കിലൊക്കെ പിന്തിപ്പിക്കാമെന്നില്ലാതെ അല്ലാതെ പിന്തിപ്പിക്കൽ ഹറാമായ കാര്യമാണ്. കൊടുക്കേണ്ട വിഷയത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരിക്കലും തൂക്കം അളവല്ല ഇതിന് കൊടുക്കേണ്ടത്, ലിറ്റർ അളവാണ് കണക്കാക്കുക. ലിറ്റർ അളവാകുമ്പോൾ തൂക്കളവ് മറ്റ് സാധനത്തിനനുസരിച്ച് സാധനത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അളവ് മാത്രം ഇന്ന് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ കിട്ടും. മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യുക. അപ്പോ പിന്നെ ഒരു സ്വാഗ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വാഗ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 3200 ലിറ്ററാണ് വരുന്നത്. ഈ 3200 ലിറ്റർ നിങ്ങൾ പരിശോധിച്ചു നോക്കും. നിങ്ങൾ വീട്ടിലെ 1 ലിറ്ററിന്റെ കപ്പ് ഉണ്ടെങ്കിൽ അതിൽ വിവിധ അരികൾ ഇട്ടുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും. തൂക്കം 1 കിലോ അരി തന്നെ എന്ത് ഉണ്ടാവും. അപ്പൊ അതിന്റെ കമ്പനിക്ക് അനുസരിച്ച് സാധനങ്ങൾ മാറ്റണ്ടാവും. പഞ്ചസാര 1 കിലോ പഞ്ചസാര 1 ലിറ്റർ കുറച്ചുണ്ടാവുമല്ലോ അല്ലെ, കനം കൂടുതലുള്ള സാധനമാണ്. അല്ലെ ക്വാണ്ടിറ്റി, ആറ്റംസിന്റെ ക്വാണ്ടിറ്റി, മോളിക്യൂൾസുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് സാധനങ്ങൾ മാറ്റം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ലിറ്റർ അളവാണ് ശ്രദ്ധിക്കേണ്ടതല്ലാതെ പിന്നെന്തല്ല ആരോ 2400 2700 ഉണ്ടാകുകയും അത് അന്നത്തെ ഒരു അരി, ആ അരിക്കനുസരിച്ച് മാറ്റം, കൊടുക്കുന്ന അരികൾക്കും സാധനങ്ങൾക്കും അനുസരിച്ച് അതൊക്കെ മാറ്റം. അതുകൊണ്ട് കൃത്യം ഒരു 3 കിലോ വരെ അല്ലെങ്കിൽ 2700 മേലെ 2700 മുതൽ 3 വരെ കൊടുത്താൽ ആവശ്യം സംശയമൊന്നുമില്ല. ഏകദേശം 2400 മുതൽ 2700 വരെ അതിന്റെ ഇടയിലാണെങ്കിൽ മാറും അരികളുടെ ഒരു കണക്ക് വരും. അപ്പൊ 2700 2800 ഒക്കെ എന്ത് ചെയ്യുക, പരമാവധി അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇങ്ങോട്ട് താഴാതിരിക്കുക. കാരണം നമ്മുടെ കേവലം ഒരു 10 രൂപയിൽ 5 രൂപയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ കുറ്റം നമ്മൾ വാങ്ങരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ പച്ചധാന്യം തന്നെ കൊടുക്കണം. പൊടിച്ചതോ വേവിച്ചതോ കൊടുത്താൽ ഒരിക്കലും സക്കാത്ത് വിടില്ല. ഫിത്ർ സക്കാത്ത് ക്യാഷ് ആയിട്ട് കൊടുത്താൽ വിടില്ലെന്നാണ് ശാസ്ത്രീയ മതത്തിലെ പ്രബലമായ അഭിപ്രായം. അങ്ങനെയാണ്. എവിടെങ്കിലും അങ്ങനെ ആർക്കും പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. അഥവാ പ്രവാസികളായ ആളുകളോ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പറയാൻ പ്രവാസികളൊക്കെ പ്രശ്നമില്ല. അപ്പത്തെ പങ്കാളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ആവശ്യങ്ങൾ. അങ്ങോട്ട് നമുക്ക് തന്നെ അങ്ങോട്ട് ആവശ്യം ഉണ്ടാവില്ല. നമ്മളെക്കാൾ താഴെയുള്ള ആളെ നോക്കി മതി. അപ്പൊ അരി കൊടുത്താൽ മതി, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതേസമയം എവിടെയെങ്കിലും അരി വാങ്ങാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ഇത് ഒരു പ്രധാന പ്രശ്നമല്ല. വളരെ കുടുങ്ങി കഴിഞ്ഞാൽ ഹനഫി മദ്ഹബിലെ പോലെയുള്ള ചില മദ്ഹബുകളിൽ പണം കൊടുത്താൽ, ഇങ്ങനത്തെ പ്രയാസഘട്ടങ്ങളിൽ പണം കൊടുത്താൽ വിടാം എന്നുള്ളൊരു അഭിപ്രായമാണ്. അത് പിടിക്കാവുന്നതാണ്. ഇതിന് പബ്ലിക്കാക്കാൻ പൈസ കൊടുത്താൽ മതി എന്ന് പറയേണ്ട. കുടുങ്ങിയ ഘട്ടത്തിൽ ചെയ്യാനുള്ളതോ ഇനി കൊടുക്കാൻ ഞാൻ സക്കാത്ത് കൊടുക്കാൻ കഴിയൂലാന്ന് കാണുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ വേറെ നാട്ടിൽ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, അവരെ വിടുന്നതാണ്. പിന്നെ അരി തന്നെ അരി ഗൾഫിൽ ജീവിക്കുന്ന അരി തന്നെയാണെന്നില്ല, അവിടെ ഏതാണോ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണം അതാണ് അവിടുത്തെ ആളുകൾക്ക്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രവാസികൾ അവിടെയാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെയാണ് കൊടുക്കേണ്ടത് എന്റെ ഫിത്ർ സക്കാത്ത്. പെരുന്നാൾ ദിവസം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഗൾഫിലുള്ള ആളെ ഫിത്ർ സക്കാത്ത് ഇവിടെ അല്ലേ കൊടുക്കേണ്ടത്, അയാൾ അവിടെ കൊടുക്കണം. ബാക്കിയുള്ളത് ഇവിടെ കൊടുക്കും. നാട്ടിലുള്ളത് എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെയാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ഇല്ലാത്ത മക്കളൊക്കെ വിളിച്ച് പറയണം. കാരണം പലരും ശ്രദ്ധിക്കുക. ചെറുപ്പക്കാരൊക്കെ അൽഹംദുലില്ല ഇന്നൊന്നിലൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല നല്ല വയസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്.
ഒരു യാത്ര പോവാണെങ്കിൽ അതിന്റെ മസലകൾ അല്ലെ, ഇപ്പോ അങ്ങനത്തെ സക്കാത്തിന്റെ മസലകളൊക്കെ അപ്പാപ്പോ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദീനിബോധം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടേ രണ്ട് നിർബന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. ഒന്ന് നീയത്തൊന്നും അരി വാങ്ങിയിട്ട് മൊത്തത്തിൽ കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോന്ന് അളന്നിടുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ എന്ത് ചെയ്താൽ അതിന്റെ ഫിത്ർ സക്കാത്താവുന്നു. എന്ത് ചെയ്യാൻ നീയത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നീയത്ത് വിടാവുന്നതാണ്. അതുപോലെ കൊടുക്കാൻ ഏൽപ്പിക്കുന്നയാൾ എന്റെ ഫിത്ർ സക്കാത്തിനെ കൊടുക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാലും ആ നീയത്ത് എന്ത് ചെയ്തു, അത് വിടിക്കഴിഞ്ഞു. അതുപോലെ മറ്റൊന്നിന്റെ അവകാശികൾക്ക് എത്തുക എന്നുള്ളതാണ്. അവകാശികൾ എന്ന് പറഞ്ഞാൽ ഫഖീർ, മിസ്കീൻ അഥവാ ഒപ്പിച്ചു പോകാൻ സാധാരണ നിലയിൽ ഒരു 100 രൂപ ചെലവുണ്ട്, ഒരാൾക്ക് ഒരു 200 രൂപ ചെലവുണ്ട്, അയാൾക്ക് 100-150 രൂപ കിട്ടുന്നുള്ളൂ. ഇങ്ങനത്തെ ആളുകൾ മിസ്കീൻ, തീരെ വകയില്ലാത്ത ആളുകൾ ഫഖീർ അറിയാലോ. അല്ലെങ്കിൽ അവരെ അവകാശികളെയാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ വിദേശത്തുള്ളവർ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് ഏൽപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ അവരുടെ ആവില്ല. ജോലി ചെയ്യാൻ ജോലി ചെയ്യാനും അധ്വാനിക്കാനും ശേഷിയുള്ള ആളുകൾ ഉമ്മയോട് പറയണം, എന്റെ ഫിത്ർ സക്കാത്ത് നിങ്ങളെ കൊടുക്കാൻ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് പറയേണ്ടതാ, എന്റെ ഫിത്ർ സക്കാത്തിന്റെ അരിയുടെ പൈസ ഇതാ, ഇതിന് നിങ്ങൾ ഫിത്ർ സക്കാത്ത് വാങ്ങിക്കൊടുക്കുക എന്ന് പറയണം. ഇല്ലെങ്കിൽ അവിടെ ഫിത്ർ സക്കാത്ത് ആവില്ല. അതുപോലെ വയസ്സായ ഉമ്മയുപ്പയൊക്കെ അവിടെ ഉപ്പയുടെ നമ്മളാണ് കൊടുക്കേണ്ടത്. രോഗികൾ ഉണ്ടെങ്കിൽ അധ്വാനിക്കാൻ പോകാൻ കഴിയാത്ത കുടുംബത്തിലുണ്ടെങ്കിൽ ആരാണോ നമ്മൾ നോക്കാൻ ബാധ്യതപ്പെട്ടത് അവരാണ് കൊടുക്കേണ്ടത്. അതുപോലെ നിക്കാഹ് കഴിഞ്ഞവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിക്കാഹ് കഴിഞ്ഞാൽ പണിക്കുട്ടി എല്ലായിടത്തേക്കും പോവും, ഓക്ക് ലക്ഷങ്ങൾ സാധനം കൊടുക്കും, ഫോൺ കൊടുക്കും, ഐഫോൺ കൊടുക്കും, ഡ്രസ് കൊടുക്കും, ഒക്കെ കൊടുക്കും. ഒരു 100 രൂപന്റെ അരി വാങ്ങി കൊടുക്കൂല. തെറ്റാണ്. നിക്കാഹ് കഴിഞ്ഞതോടുകൂടി ഭാര്യയുടെ ചെലവിന്റെ ഫിത്ർ സക്കാത്ത് നിന്റെ അവകാശപ്പെട്ടതാണ്, നിന്റെ ചെലവിൽപ്പെട്ടതാണ്, നീയാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തില്ലെങ്കിൽ കുറ്റക്കാരാകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഓളൊപ്പ അല്ല കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഓളൊപ്പ വിളിച്ചു പറയണം, പൈസ അയച്ചിട്ട് ഗൂഗിൾ പേ അയച്ചിട്ട് വിളിച്ചു പറയാൻ നിങ്ങൾ കൊടുക്കണമെന്ന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഈ വിഷയത്തിലും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. വാട്സാപ്പിൽ മറ്റൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മുടെ പണ്ഡിതന്മാരെ പ്രത്യേകം പറയണം. എല്ലാവരും മുഫ്തിമാരാണ്. അതുകൊണ്ട് ദീന് പഠിക്കുമ്പോൾ എവിടുന്ന് നിങ്ങൾ ദീന് പഠിക്കുന്നു എന്നുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദീന് പിന്നെ അതിൻ്റെതായ അതന്റിക്കായ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കച്ചവടത്തിന്റെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത് അതുപോലെ തന്നെയാണ് ഒരു കൊല്ലം കഴിയുമ്പോൾ റമദാനുമായി ബന്ധപ്പെട്ടതല്ല ഈ സക്കാത്ത്. റമദാനും സക്കാത്തും തമ്മിൽ ഒരു ബന്ധവുമില്ല. റമദാനും സക്കാത്തും തമ്മിൽ ഒരു ബന്ധം. ഫിത്ർ സക്കാത്തുമായിട്ട് റമദാനും ബന്ധമുള്ളൂ. കച്ചവടത്തിന്റെ സക്കാത്താണെങ്കിലും പണത്തിന്റെ സക്കാത്താണെങ്കിലും ഒക്കെ നമ്മളൊരു വർഷം കഴിയുമ്പോൾ കച്ചവടം ഞാൻ ഇന്ന് തുടങ്ങി. ഇപ്പൊ റമദാനിൽ തുടങ്ങുന്ന പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. റമദാന് ലീവായിരുന്നു. പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം, റമദാന് വരെ എല്ലാം ചെയ്യും. റമദാൻ കഴിഞ്ഞാൽ ഒരു വർഷമായിട്ട് കണക്കാക്കി റമദാനായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ് റമദാനിൽ ഇതൊക്കെ കൊടുത്തു വരുന്നത്. പിന്നെ ഒരു ഓർമ്മക്ക് വേണ്ടിയാണ്. റമദാനിൽ ഒരു പ്രത്യേക തീരുമാനമാണല്ലോ. അപ്പൊ ഒരു ഓർമ്മക്ക് വേണ്ടി റമദാനിൽ എന്ത് ചെയ്യും, ഇതൊക്കെ കൊടുത്തു വരും. അങ്ങനെയാണ് സിസ്റ്റം വന്നത്. അതിന്റെ കച്ചവടം എന്താണോ തുടങ്ങിയത് അറബി മാസം അനുസരിച്ച് റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 1-നാണ് അല്ലെങ്കിൽ ശവ്വാൽ 2-നാണ് നമ്മൾ കച്ചവടം തുടങ്ങിയതെങ്കിൽ അടുത്ത ശവ്വാൽ 2 ആവുമ്പോ അതുവരെയുള്ള അന്നത്തെ സ്റ്റോക്ക് പരിശോധിക്കുക. അന്ന് അടുത്ത ശവ്വാൽ 2-ന് എത്രയുണ്ട് തന്നെ പീടികയിൽ സാധനം ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ കണക്കെടുത്തിട്ട് അതിന്റെ പൈസ എന്ത് ചെയ്യാം, അതിന്റെ 2% പണമായിട്ട് സക്കാത്ത് കൊടുക്കുക. ഇതാണ് കച്ചവടത്തിൽ ചെയ്യുന്നത്. അഥവാ ഒരു കൊല്ലത്തതല്ല വിഷയമുള്ളത്. ഒരു കൊല്ലം കഴിഞ്ഞ് കൃത്യമായി അടുത്ത ശവ്വാൽ 2 ആകുമ്പോൾ തന്റെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര സാധനമുണ്ട്, അതിന്റെ കണക്കെടുക്കുക. അതുപോലെ അവന് കിട്ടാനുള്ളത് എടുക്കണം, കിട്ടാൻ പൈസ കിട്ടാനുള്ളതിന് കണക്കെടുക്കണം. ഇത് എടുത്തിട്ട് അതിന്റെ 2% അവൻ ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റിയൽ എസ്റ്റേറ്റിന്റെ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഭൂമി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു കൊല്ലം അവരുടെ കയ്യിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ കണക്കെടുത്തിട്ട് അതിന്റെ സക്കാത്ത് കൊടുക്കണം. അല്ലാഹു നിർക്കുമാറാവട്ടെ. വണ്ടി വാങ്ങി വെച്ചാൽ അങ്ങനെയാണ്. അതുപോലെ അല്ലാത്ത വണ്ടികൾക്കോ വാഹനങ്ങൾക്കോ ഭൂമികൾക്കോ ഒന്നും സക്കാത്തില്ല. അതുപോലെ പിന്നെ ആട് ഒട്ടകം പിന്നെ നെല്ല് ഇതൊക്കെയാണ് ഇല്ലല്ലോ. അടുത്തത്ര ആടുകളും അത്രയും ഒട്ടകമൊന്നും അടുത്തൊന്നും നമ്മുടെ നാട്ടിലേതായാലും ഇല്ല. കൃഷിയും നമ്മുടെ നാട്ടിൽ കൊല്ലത്ത് കൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കുകയാണ്. പണത്തിന്റെ സക്കാത്ത് എല്ലാവരും ഗൗരവത്തിലെടുക്കുക. അതിന്റെ അവകാശങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കണം റഹ്മാനെ. നിങ്ങളുടെ ഈ ഇതിന്റെ സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനെ. ഇതിന്റെ മനസ്സിലെ തവാബുകൾ മരിച്ചവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. ആദ്യമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച് സന്തോഷം നൽകണേ റബ്ബേ.
അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഇങ്ങോട്ട് ഞങ്ങൾക്ക് എത്തിച്ചിട്ട് ഞങ്ങളെ ഇമാം ഷാഫി അടക്കമുള്ള അയിമത്തുൽ മുജ്തഹിദീൻ അവിടുത്തെ തലാമീദ് അവിടുത്തെ മശായിഖുമാർ അവരിലേക്ക് എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഉസ്താദുമാരെ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ മുസ്ലിമീങ്ങളെ സഹായിച്ചവർ, പള്ളിയെ സഹായിച്ചവർ, മദ്രസകളെ സഹായിക്കുന്നവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ